നേരെ റോഡിലേക്ക് പോവാം. കൊച്ചേരി മുക്കുന്ന എന്താ പറയാ അങ്ങനെ റൈറ്റിലേക്ക് കൊച്ചേരി മുക്കുന്നത് ആ റോഡിൽ വന്ന് എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 9-ാം തീയതി രാത്രി തന്നെ നമ്മൾ പോയത് ഒരു വീട്ടുകുടിയലിൻ്റെ അടുത്തേക്കാണ് കേട്ടോ. രഞ്ജി, നിഷിത എന്നിവരുടെ വീടാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ണൂർ ജില്ലയിലെ കൊളച്ചേരി പഞ്ചായത്തിലെ ലെയിൻ റോഡ് എന്ന സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഈ വീഡിയോയിൽ നമ്മുടെ കണ്ണൂർ ജില്ലക്കാരുടെ ഒരു പ്രത്യേകത കൂടി ഞാൻ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. മെയിൻ റോഡിൽ നിന്ന് കുറച്ച് ഉള്ളിലോട്ടാണ് ഈ വീട്. കൂടാതെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് നടക്കാൻ ദൂരം മാത്രമേ ഉള്ളൂ അവിടേക്ക്. ഹസ്സിന്റെ ഫ്രണ്ട് കൂടിയാണ് ഇവര്. ഇദ്ദേഹം ഗൾഫിലാണ് കേട്ടോ വർക്ക് ചെയ്യുന്നത്. സെപ്റ്റംബർ 10-ാം തീയതിയാണ് കേട്ടോ പാലുകാച്ചല്. ഞങ്ങൾ വന്നത് തലേ ദിവസമാണ്. വീട്ടിന്റെ ഇറയത്തുനിന്ന് നേരെ നോക്കുമ്പോൾ കാണുന്നത് ഹാളും പൂജാമുറിയാണ്. സെൻട്രലിലാണ് ഷോക്കേസും TV ഒക്കെ വരുന്നത്. ഹാളിൽ പിന്നെയുള്ളത് സോഫ സെറ്റാണ്. അതിന്റെ തൊട്ടടുത്ത് തന്നെയുള്ള വേറൊരു ഷോക്കേസിൽ വെച്ച സംഭവങ്ങളാണ് കേട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പൂജാമുറിയിൽ നിന്ന് നേരെ പോകുന്നത് അടുത്തൊരു ബെഡ്റൂമിലേക്കാണ് കേട്ടോ. ഇവിടെ ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. പിന്നെ ഒരു ഷെൽഫ് ഉണ്ട്, ബെഡ് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഈ റൂമിലുള്ളത്. താഴത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം ആണ് കേട്ടോ നിങ്ങൾ ഈ കാണാൻ വേണ്ടി പോകുന്നത്. മറ്റേ റൂം പോലെ തന്നെ ഇവിടെയും അങ്ങനെ തന്നെയാണ്. ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. പിന്നെ ബെഡ് ഉണ്ട്, ഷെൽഫ് ഉണ്ട്, അതൊക്കെയാണ് കേട്ടോ ഇവിടെ ഈ റൂമിലുള്ളത്. ഞങ്ങൾ ഇനി കാണാൻ വേണ്ടി പോകുന്നത് ഡൈനിങ് ഹാളിലേക്കാണ് കേട്ടോ. അതിന്റെ ഒന്നിച്ച് തന്നെയാണ് കിച്ചണും വരുന്നത്. വർക്ക് ഏരിയ അതിന് ശേഷമാണ് കേട്ടോ വരുന്നത്. നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് വാഷ് ബേസിന്റെ ഏരിയ ആണ് കേട്ടോ. എങ്ങനെയുണ്ട് ആ കണ്ണാടി? നല്ല രസമല്ലേ കാണാൻ വേണ്ടിയിട്ട്? ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ആ ഷേപ്പിലുള്ള ഒരു കണ്ണാടി കാണുന്നത്. അത് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യണേ. ഞങ്ങൾ ഇനി കാണാൻ വേണ്ടി പോകുന്നത് വെച്ചാല് പിന്നെ കിച്ചണാണ് കേട്ടോ. കണ്ടോ, നല്ല കബോർഡൊക്കെ നല്ല ഗ്രീനും ബ്ലാക്കും ഒക്കെ ആയിട്ട് നല്ല രസമല്ലേ കാണാൻ വേണ്ടിയിട്ട്. അതിന്റെ ഇടയിലുള്ള ഇതാണ് കേട്ടോ ഈ ബൾബ്. നല്ല രസമല്ലേ കാണാൻ വേണ്ടിയിട്ട്. കിച്ചണിന്റെ കൂടെ തന്നെയാണ് കേട്ടോ സ്റ്റോർ റൂം വരുന്നത്. അവിടെ ഇപ്പോൾ ഉള്ളത് ഒരു ഫ്രിഡ്ജും അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് കേട്ടോ. അതും ഡബിൾ ഡോർ ഫ്രിഡ്ജാണ്. കൂടാതെ ബ്ലാക്ക് കളറിൽ തന്നെയാണ് കേട്ടോ ആ കോമ്പിനേഷൻ വന്നത്.
ഇനി ഞങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത് വർക്ക് ഏരിയയിലെ കാഴ്ചകളാണ് കേട്ടോ. അവിടെ കുറച്ച് പേര് തേങ്ങയൊക്കെ ചിരണ്ടി വെക്കുകയാണ് കേട്ടോ. ഇവിടെ പാത്രം കഴുകാനൊരു ഏരിയയും പിന്നെ തേങ്ങ ചിരണ്ടാനൊരു തട്ടിയും പിന്നെ അടുപ്പും ഒക്കെയാണ് കേട്ടോ ഇവിടെ വരുന്നത്. പുകയില്ലാത്ത അടുപ്പൊക്കെയാണ് ഈ ഏരിയയിൽ വരുന്നത്. ഞങ്ങൾ ഇനി പോകുന്നത് മുകളിലത്തെ നിലയിലാണ് കേട്ടോ. ഈ ബൾബാണ് കേട്ടോ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത്. നല്ല ഭംഗിയല്ലേ കാണാൻ വേണ്ടിയിട്ട്. ഇത് മുകളിലത്തെ റൂമാണ് കേട്ടോ. ഇവിടെ ഇതുപോലെ തന്നെ ബെഡും കബോർഡൊക്കെയാണ് കേട്ടോ ഉള്ളത്. ഇനി ഞങ്ങൾ പോകുന്നത് മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് കേട്ടോ. അവിടെ പിന്നെ ബാത്റൂം അറ്റാച്ച്ഡാണ്. പിന്നെ ഇതുപോലെ തന്നെ കബോർഡ്, ബെഡ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇവിടെയും അതുപോലെ തന്നെ ഉള്ളത്. ഇതാണ് കേട്ടോ ഫുഡ് കഴിക്കുന്ന ഏരിയ. ഞങ്ങളവിടെയുള്ള സമയത്തായിരുന്നു കേട്ടോ TV കൊണ്ടിരുന്നത്. അത് ഫിറ്റ് ചെയ്യാനുള്ള തിരക്കായിരുന്നു കേട്ടോ അവിടെ. ഈ കാണുന്നത് ഹസ്സിൻ്റെ ഫ്രണ്ടാണ് കേട്ടോ, ക്ലാസ്മേറ്റ് അജിത്ത് എന്നാണ് കേട്ടോ പേര്. പുലർച്ചക്കായിരുന്നു കേട്ടോ ഇവിടെ ഗണപതി ഹോമം കഴിഞ്ഞത്. ഇപ്പോൾ ഉച്ച സമയമായി കേട്ടോ. എല്ലാവരും ഫുഡൊക്കെ കഴിക്കുന്ന തിരക്കിലാണ്. ബിരിയാണിയും പായസമൊക്കെ ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. ഞങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് 10-ാം തീയതി, അതായത് കുടിയേലുള്ള ദിവസത്തെ കാഴ്ചകളാണ് കേട്ടോ. ഇദ്ദേഹമാണ് കേട്ടോ പാചകമൊക്കെ ചെയ്തത്. സുധി ഹിന്ദവളെന്നാണ് കേട്ടോ ഇവരെ വിളിക്കാറ്. ഞാൻ വീഡിയോ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ഒരു കാര്യം പറഞ്ഞില്ലേ, ഞങ്ങളുടെ കണ്ണൂരുകാരുടെ ഒരു പ്രത്യേകത ഈ വീഡിയോയിലുണ്ടെന്ന്. അത് ഇതാണ് കേട്ടോ. അതായത് നമ്മുടെ വീട്ടുകുടിയിൽ കഴിക്കുമ്പോഴായാലും കല്യാണം കഴിഞ്ഞാലും ഒക്കെ ഈ പിന്നെ മുത്തപ്പൻ്റെ ഒരു വെള്ളാട്ടം നടത്തുന്ന ഒരു പരിപാടിയുണ്ട് കേട്ടോ നമ്മുടെ കണ്ണൂർക്കാർക്ക്. അത് വീട്ടിൽ നല്ലൊരു ഐശ്വര്യവും കാര്യങ്ങളൊക്കെ വരുന്നുള്ള ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് കേട്ടോ അവർ കഴിക്കുന്നത്.